ഇനി കുറേ ദിവസങ്ങളായി ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റ് നടയിൽ സമരമാണ്. അവരുടെ ആവശ്യങ്ങൾ സർക്കാർ പരിഗണിക്കുന്നതേയില്ല. ആശാവർക്കർമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം പരിഗണിച്ചേക്കില്ല. സമരം രാഷ്ട്രീയ പ്രേരിതമെന്ന് ഉറപ്പിച്ച സർക്കാർ CPI പിന്തുണ ആനുകൂല്യം വർദ്ധിപ്പിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നില്ല എന്ന് CPM. സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാവർക്കർമാരുടെ സമരം 14-ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. അതായത് 2 ആഴ്ചയിലേക്ക് കടക്കുന്നു. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു. പ്രശാന്ത്, ഇപ്പോൾ CPM പറയുന്നത് ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് ഈ സമരം എന്നുള്ളതാണ്. ഇടതുപക്ഷത്തിൻ്റെ സംഘടനയും അവിടെ പണിമുടക്കിലുണ്ട്, അല്ലെങ്കിൽ സമരത്തിലുണ്ട്. അവിടെ CPMൻ്റെയും കോൺഗ്രസിൻ്റെയും ഒക്കെ അവരെയൊക്കെ പിന്തുണയ്ക്കുന്ന ആശാവർക്കർമാരുടെ സംഘടനകൾ സംയുക്തമായി അവരുടെ ഓണറേറിയം അടക്കമുള്ള അവകാശങ്ങൾക്കായി അവിടെ സമരം നടത്തുകയാണ്. അത് 2 ആഴ്ചയിലേക്ക് കടക്കുകയും ചെയ്യുന്നു. പ്രശാന്ത്, കൂടുതൽ വിവരങ്ങൾ. വിനോദ, അതിജീവന സമരം ആരംഭിച്ച് 2 ആഴ്ച പിന്നിടുമ്പോഴും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നിരാശ മാത്രമാണ് ആശാജീവനക്കാർക്ക് ലഭിക്കുന്നത് എന്നതാണ് ഏറ്റവും എടുത്തു പറയാനുള്ളത്. അതായത് സമരം പിന്നിടുമ്പോഴും സമരക്കാരെ കാണുവാനോ ഒരു തവണ മാത്രമാണ് മന്ത്രി സമരക്കാരോട് സംസാരിച്ചത്. പിന്നീട് അത്തരം ചർച്ചകളൊന്നും നടന്നുമില്ല. അർഹിക്കുന്ന ആനുകൂല്യത്തിന് വേണ്ടിയിട്ടാണ് ഇവർ സമരം നടത്തുന്നത്. ആ സമരക്കാരോട് നിഷേധാത്മകമായ ഒരു സമീപനമാണ് ഇപ്പോൾ സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. CPIയുടെ ഭാഗത്ത്, അതായത് ഇടതുപക്ഷ മുന്നണിയിലെ പ്രബല സംഘടനയായ CPIയുടെ ഭാഗത്ത് തന്നെ ഈ സമരക്കാരെ അനുകൂലിച്ച് രംഗത്ത് വന്നിരുന്നു. C. ദിവാകരൻ അടക്കമുള്ള നേതാക്കൾ, AITC അടക്കമുള്ള സംഘടനകൾ ഈ സമരത്തെ അനുകൂലിച്ച് വന്നിരുന്നു. സമരക്കാരെ കാണാതെ പോകരുതെന്ന് സർക്കാരിനോട് പറഞ്ഞിരുന്നു. എന്നാൽ അതിനെ ആ സമരങ്ങളൊന്നും കാണാതെ, അല്ലെങ്കിൽ ഇത്തരം പ്രതിഷേധങ്ങളോ അല്ലെങ്കിൽ ഇത്തരം ഇടത് സംഘടനയിൽ നിന്നുള്ള പ്രതിഷേധങ്ങളൊന്നും സർക്കാർ കാണുന്നില്ല എന്നതിന് ഉദാഹരണമാണ് ഇപ്പോൾ CPI പറഞ്ഞാൽ സമരത്തിൽ നിന്ന് പിന്നോട്ട് പോകേണ്ട എന്നടക്കം, അല്ലെങ്കിൽ CPI പറഞ്ഞു കഴിഞ്ഞാൽ സമരക്കാർക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കേണ്ട എന്ന നിലയിലേക്ക് സംസ്ഥാന സർക്കാർ, അതോടൊപ്പം CPM പറയുന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നത്. നമ്മോടൊപ്പം ഈ സമരത്തിൻ്റെ, അതായത് ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന സെക്രട്ടറി തന്നെയുണ്ട്, ബിന്ദു നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സർക്കാർ പറയുന്ന ഒരു സമീപനം ഒരു രാഷ്ട്രീയ പ്രേരിതമായിട്ടൊരു സമീപനം നേരത്തെ സമരം തുടങ്ങിയത് മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ആ രാഷ്ട്രീയ പ്രേരിതം തന്നെയാണ് ഈ സമരം. അതുകൊണ്ട് തന്നെ കാണേണ്ടതില്ല, അല്ലെ സമരത്തിന് ഈ പറയുന്ന ആനുകൂല്യങ്ങളൊന്നും വർദ്ധിപ്പിക്കേണ്ടതില്ല എന്നൊരു സമീപനമാണ് ഇപ്പോൾ സർക്കാർ സ്വീകരിക്കുന്നത്. അത്തരത്തിലുള്ള ന്യായം പറഞ്ഞവർക്ക് എത്ര നാളെ നിൽക്കാൻ പറ്റും? രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നിരിക്കുന്നവർക്ക് ആർക്കും രാഷ്ട്രീയമില്ലെന്ന് ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട്. അത് ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയമല്ല, ഓരോരുത്തരും വിശ്വസിക്കുന്ന വ്യത്യസ്തമായ രാഷ്ട്രീയം. പക്ഷേ ഇവിടെ സമരം ചെയ്യുന്നവർക്കൊരു രാഷ്ട്രീയമുണ്ട്, അത് പണിയെടുക്കുന്നവൻ്റെ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തിൽ അടിയുറച്ചേക്കും. ഇതൊക്കെ വെറും ഈ സമരത്തെ കുറിച്ച് പറയുന്ന വ്യാജമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇത്തരം ഒരു ന്യായം പറഞ്ഞുകൊണ്ട് ഈ സമരത്തെ അവഗണിച്ച് ഇവർക്ക് എത്ര നാൾ മുന്നോട്ട് പോകാൻ പറ്റും? അപ്പോൾ നമ്മളെന്തായാലും തീരുമാനിച്ചുറച്ചാണ് വന്നത്. ആ ഡിമാൻഡ് നേടിയെടുത്തോണ്ട് ഞങ്ങൾ ഇവിടുന്ന് പോകത്തുള്ളൂ. അതായത് പറഞ്ഞ കാര്യങ്ങൾ, ശമ്പള വർധനവൊക്കെ നടത്തിയെന്നാണ് ഇപ്പോഴും സർക്കാർ പറയുന്നത്. പിന്നെ എന്തിന് സമരം എന്ന് ചോദിക്കുന്നു. ആർക്ക് ശമ്പള വർധനവ് നടത്തി? PSC അംഗങ്ങൾക്ക് ശമ്പളം വർദ്ധിപ്പിച്ചാൽ ഞങ്ങൾ എങ്ങനെ എഴുന്നേറ്റ് പോകുന്നത്? അവർ വർദ്ധിപ്പിച്ചത് നമ്മൾ കേട്ടത് PSC അംഗങ്ങൾക്കും KV തോമസിൻ്റെ ശമ്പളം വർദ്ധിപ്പിച്ചെന്നാണ് പറയുന്നത്. അത് കേട്ടോണ്ട് ഞങ്ങൾക്ക് എഴുന്നേറ്റ് പോകാൻ പറ്റുമോ? ഞങ്ങളുടെ ശമ്പളം വർദ്ധിപ്പിക്കട്ടെ, ഓണറേറിയം വർദ്ധിപ്പിക്കട്ടെ, അത് അറിയിക്കട്ടെ, രേഖാമൂലം നമുക്ക് ഉറപ്പ് തരട്ടെ, അപ്പോൾ നമ്മൾ എഴുന്നേറ്റ് പോകാം സമരത്തിൽ നിന്ന്. ഒരു തവണ മാത്രമാണ് ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തൊരു ചർച്ച നടന്നത്. പിന്നീട് തുടർന്ന് അങ്ങനെ ചർച്ചകൾ വല്ലതും നടന്നിരുന്നു? പിന്നെ അങ്ങനെ ഔദ്യോഗികമായി നമ്മളെ ചർച്ചകൾക്ക് വിളിക്കുക അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും ഇതുവരെ നടന്നിട്ടില്ല. മറിച്ച് വലിയൊരു ജനകീയ പിന്തുണയോടുകൂടിയാണ് ഈ സമരം ഇന്ന് നടന്നുകൊണ്ട് ഇരിക്കുന്നത്. എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും, ഇവർ ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ താല്പര്യം, ഇവിടെ വന്നുപോയ ഈ 14 ദിവസമായി വന്നുപോയ എത്രയോ സംഘടനകളുണ്ട്, രാഷ്ട്രീയ പാർട്ടികളുണ്ട്, ഇവരുടെ എല്ലാം പിന്തുണയോടെ കൂടിയാണെന്ന് ഈ സമരം മുന്നോട്ട് പോകുന്നത്. അവിടെ ഞങ്ങൾക്ക് ഇതിനകത്തൊന്നും ഒരു ഭയപ്പാടുമില്ല. ഇവരിപ്പം നമുക്കെതിരെ പ്രതികാര നടപടികൾ എടുത്തുകൊണ്ടിരിക്കുന്നു, ലിസ്റ്റ് കൊടുക്കാൻ പറയുന്നു, വീടുകളിൽ ചെന്ന് ഭയപ്പെടുത്തുന്നു, ജോലി പോകുമെന്ന് പറയുന്നു. ഇതെല്ലാം വരുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്ന ആളുകൾ. ഇതൊന്നും കേട്ട് പേടിച്ചോടുന്നവരല്ല ഇവിടെ വന്നിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശനും അതുപോലെ തന്നെ KPCC അധ്യക്ഷൻ അടക്കമുള്ളവർ സമരപ്പന്തലിലേക്ക് വരികയും ചെയ്തിരുന്നു. ഇതൊക്കെയാണോ ഈ രാഷ്ട്രീയ പ്രേരിതം എന്ന് പറയുന്നത്? അതായിരിക്കും അവരെ കൊണ്ട് അങ്ങനെ പറയിക്കുന്നത്. പക്ഷേ ഇത് മനസ്സിലാക്കേണ്ടുന്നത്, ഇത് ഇടതുപക്ഷ നേതാക്കന്മാർ എന്താ വരാത്തത് ഈ സമരപ്പന്തലിലേക്ക്? തൊഴിലാളികൾ സംഘടിതമായി നിന്ന് അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പോരാട്ടം നടത്തുമ്പോൾ അതിനെ സന്തോഷത്തോടെ സ്വീകരിക്കുകയും ആ സമരത്തിന് ഐക്യപ്പെടുകയല്ല ഇടതുപക്ഷ
പ്രസ്ഥാനങ്ങൾ ചെയ്യേണ്ടുന്നത്, ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ചെയ്യേണ്ടുന്നത്. അതിനു വേണ്ടിയിട്ടാണല്ലോ ഈ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളൊക്കെ നിലകൊള്ളുന്നത്. തൊഴിലാളികളുടെ സമരത്തിനും ഐക്യത്തിനും അവൻ്റെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടല്ലേ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ നിലകൊള്ളുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ സമരത്തോടൊപ്പം അവർ വരാത്തത്? അതിന് ഉത്തരം പറയേണ്ടുന്നത് അവരല്ലേ, ഞങ്ങളല്ലല്ലോ ഉത്തരം പറയേണ്ടുന്നത്. ഇടതു മുന്നണിയിലെ രണ്ടാം കക്ഷിയായ CPI ഇതിനോട് അനുകൂലിച്ച് വന്നിരുന്നു. AITUCയും പറഞ്ഞിരുന്നു സമരത്തെപ്പറ്റി കാണാതെ പോകരുതെന്ന് പറഞ്ഞിരുന്നു. എന്തുകൊണ്ട് CPM അങ്ങനെ കാണുന്നില്ല? കാരണം സമരപ്രസ്ഥാനത്തിലൂടെ കടന്നു വന്നൊരു പാർട്ടി എന്നാണ് CPM പറയുന്നത്. എന്തുകൊണ്ട് CPM കാണാതെ പോകുന്നു? അത് കാണാതെ പോകുന്നതിൻ്റെ എന്താണെന്നുള്ളത് ഉത്തരം പറയേണ്ടത് അവരാണ്. തൊഴിലാളികൾ സംഘടിതമായി നിൽക്കുകയാണ്. ആ സമരത്തെ പിന്തുണയ്ക്കുക എന്നുള്ളതാണ് ധാർമ്മികമായി അവർ ചെയ്യേണ്ടുന്നത്. അത് ചെയ്യുന്നില്ല എന്നുള്ളത് അവരാണ് അതിന് ഉത്തരം പറയേണ്ടുന്നത്. അവർ സമരവിരുദ്ധരാണോ, സമരത്തോടൊപ്പമാണോ, തൊഴിലാളികളോടൊപ്പമാണോ, പണിയെടുക്കുന്നതിൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടിയാണോ എന്നൊക്കെ പറയുന്നത് അവരാണ്. അതിന് ഞങ്ങൾക്കെന്ന് പറയാൻ പറ്റും. നമ്മുടെ ഒരു സംഘടന ഇവിടെ സമരം നടത്തുന്നു, ഒത്തിരി സംഘടനകൾ നമ്മളെ പിന്തുണച്ച് വരുന്നു. ആ പിന്തുണയെല്ലാം ഞങ്ങൾ സ്വീകരിക്കുന്നു. ജനങ്ങൾ പിന്തുണയ്ക്കുക, ആ പിന്തുണയെല്ലാം ഞങ്ങൾ സ്വീകരിക്കുന്നു. ഈ കോവിഡ് കാലത്തൊക്കെ ആശാവർക്കർമാരെ വലിയ പ്രാധാന്യത്തോടെയാണ് മന്ത്രിമാരെല്ലാം പറഞ്ഞത്. അതെല്ലാം പൊള്ളയായ വാഗ്ദാനമാണെന്നാണ് ഇപ്പോൾ ഇതുകൊണ്ട് മനസ്സിലാക്കുന്നത്. അല്ല, നമുക്ക് മേലിങ്ങനെ മധുരതരമായ വാക്കുകൾ ചൊരിഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പട്ടിണി കിടക്കുന്നതിന് പട്ടിണി മാറ്റാനുള്ള കാര്യങ്ങളല്ലേ ചെയ്യേണ്ടുന്നത്. വളരെ വലിയ സേവനങ്ങളാണ് ആശാവർക്കർമാർ ചെയ്തതെന്ന് നമ്മുടെ പ്രധാനമന്ത്രിയും പറഞ്ഞു, ഇവിടുത്തെ സംസ്ഥാന സർക്കാരുകളും പറഞ്ഞു, എല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ ആരുടെയും ഭാഗത്തു നിന്ന് അത്തരത്തിൽ വളരെ അനുകൂലമായൊരു നിലപാടുണ്ടാകുന്നില്ല എന്നുള്ളതാണ് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഞങ്ങൾക്കിവിടെ വന്നിരിക്കേണ്ടി വന്നത്. ഇനി 10-ാം തീയതി, ഈ മാസം 10-ാം തീയതിയാണ് സമരം ആരംഭിച്ചത്. ഇന്ന് 14 ദിവസം പിന്നിടുന്നു. എന്താണ് തുടർ സമരങ്ങൾ അല്ലെങ്കിൽ മറ്റ് നിങ്ങളുടെ ഈ സമീപനങ്ങളും സമരങ്ങളും എങ്ങനെയായിരിക്കും? നമ്മളിവിടെ സമരത്തിന് വന്നപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളൊരു കാര്യമുണ്ട്. നമ്മൾ ഈ സെക്രട്ടേറിയറ്റ് നടയിൽ നിന്ന് നമ്മൾ വെച്ച ഡിമാൻഡുകൾ നേടിയെടുക്കാതെ തിരിച്ചു പോകില്ല എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുതന്നെയാണ് നമ്മുടെ തുടർ സമര പരിപാടിയും. ആ സമരമായിട്ട് നമ്മൾ മുന്നോട്ട് പോകും. രോഹിണി, തുടർ സമരം ആണ് ഇവർ ഉദ്ദേശിക്കുന്നത്. സമരവുമായി മുന്നോട്ട് പോകും. നേരത്തെ തന്നെ പറഞ്ഞ ഇവർ മുന്നോട്ട് വയ്ക്കുന്ന ആനുകൂല്യങ്ങളിൽ, മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങളിലൊരു സമീപനം ഉണ്ടാകുന്നത് വരെ സമരമായിട്ട് മുന്നോട്ട് പോകുന്നത് തന്നെയാണ് അറിയിക്കുന്നത്. എത്ര ദിവസമായിരിക്കുന്നു ഇവിടെ? ഇന്ന് 14-ാമത്തെ ദിവസം. 14 ദിവസമായി. സർക്കാരിൻ്റെ ഭാഗത്തൊരു അനുകൂല തീരുമാനം ഉണ്ടാകുന്നില്ല. അത് ഉണ്ടാവുമെന്ന് അറിയാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ ഇരിക്കുന്നത്. അത് ഉണ്ടാവും എന്നുള്ള വിശ്വാസമുണ്ട്. പിന്നോട്ടില്ല. അവരിപ്പോൾ ശമ്പളം കൂട്ടിക്കൊടുത്തെന്ന് പറഞ്ഞു. ആർക്കാ PSC കാറിൽ നിന്ന് അവരിലെല്ലാം കൊടുത്തത്, നമുക്കുള്ള ശമ്പളം കൂട്ടാൻ വേണ്ടി. PSC കാർ കൊടുത്തത് അവരിഞ്ഞ് നമുക്ക് കൊണ്ട് തരുമെന്ന് പറഞ്ഞിട്ടാണ് മന്ത്രി കൊടുത്തത്. നമുക്ക് നേരത്തെ തന്നൂടായിരുന്നു. നമുക്ക് കൂട്ടി എന്താണെങ്കിൽ ആ PSC കാർക്ക് കൊടുത്തിട്ട് നമുക്ക് തരേണ്ട കാര്യമില്ല. നമ്മളെല്ലാവരും അക്കൗണ്ട് നമ്പരും അവർക്കറിയാമല്ലോ. നമ്മളെ തൊഴിലാളികൾക്ക് തന്നാൽ മതി, ഞങ്ങൾക്ക് തന്നാൽ മതിയായിരുന്നു. ഇപ്പോൾ ശമ്പളം കൂട്ടിയെന്ന് വെച്ചാൽ നമുക്ക് ഒറ്റ അറിവേ ഉള്ളൂ PSC കാർക്കാണ് കൂട്ടിയെന്നുള്ളത്. അത് നമ്മളെ അക്കൗണ്ടിൽ എന്തായാലും വന്നില്ല. കൂട്ടിയെന്ന് പറഞ്ഞാൽ നമുക്ക് വരണം, അപ്പോഴും നമ്മൾ തിരിച്ചു പോകാം. ഈ രാത്രി പകലൊക്കെ എങ്ങനെ ഇരിക്കുവാണ്? എങ്ങനെയാണ് ആരോഗ്യ പ്രശ്നം വളരെ ബുദ്ധിമുട്ടാണ്. ഭയങ്കര കഷ്ടത്തിലാണ്. രാത്രിയും പകലും ഇവിടെ അറിയാലോ, ഈ തെരുവിലിരിക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. അത്ര വെയിലാണ്, വെയിലിൻ്റെ ചൂടറിയാലോ. ഒരു അരമണിക്കൂർ പോലും ഞങ്ങൾക്ക് പുറത്തിറങ്ങി നിൽക്കാൻ പറ്റാത്ത അവസ്ഥ. ഒരു തൊഴിലാളികളടുത്ത് പോലും 11 മണിക്ക് ശേഷം പണിക്ക് പോകരുതെന്നാണ് പറഞ്ഞത്. ആ വെയിലത്താണ് ഞങ്ങൾ രായും പകലും നമ്മളിവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. ഭയങ്കര കഷ്ടമാണ്. വലിയ വിഷമത്തിലാണല്ലോ ചേച്ചി? സങ്കടം സഹിക്കാൻ വയ്യ. കാരണം ഞങ്ങൾ ഈ 14 ദിവസം കൊണ്ട് ഈ നിരത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഞങ്ങളുടെ വിളി ദൈവം കേൾക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങളുടെ അധികാരികൾ കണ്ണു തുറക്കുന്നില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഒരര നിമിഷം കൊണ്ട്, 5 മിനിറ്റ് കൊണ്ട് തീരാവുന്ന ഈ സമരം അവരെന്തുകൊണ്ടാണ് ഞങ്ങളുടെ മേലെ മുഖം തിരിക്കുന്നത് അറിയില്ല. എല്ലാവരുടെയും ചോര ഒന്നാണെന്നാണ് എൻ്റെ വിശ്വാസം. ചോരയുടെ നിറം ചുമപ്പാണെന്ന് എനിക്കറിയാം, ഞങ്ങൾക്കറിയാം. എനിക്കെന്നല്ല, ഈ ആശാവർക്കർമാർക്കും അറിയാം. ഞങ്ങളെ രാപകൾ കഷ്ടപ്പെടുത്തുന്ന ഈ ബഹുമാനപ്പെട്ട സർക്കാർ അവർ മുഖം തിരിക്കുന്നത് ദൈവത്തിൻ്റെ മുമ്പേ മുഖം തിരിക്കുന്നത് പോലെയാണ്. പക്ഷേ ഇതിനുള്ള മറുപടി ഈശ്വരൻ കൊടുക്കും എന്നുള്ള വിശ്വാസമുണ്ട്. ഇതിനുള്ള ഇവർ കാണിച്ച പല കാരണം ഓരോ ഭരണാധികാരികളും കാണിച്ചതിൻ്റെ പേരിൽ ഈ ഭൂമുഖത്ത്, ഈ ഭൂമിയിൽ എത്രയോ പാപങ്ങളുടെ കണ്ണുനീര് വീഴുന്നിട്ടുണ്ട്. ആ കണ്ണുനീരിൻ്റെ ഫലമാണ് ഈ ഉരുൾപൊട്ടലും ഈ വെള്ളപ്പൊക്കവും ഈ മഹാമാരിയും എല്ലാം. ഇതെന്തുകൊണ്ട് അവർ തിരിച്ചറിയുന്നില്ല? നാളത്തെ സ്ഥിതി എന്താണെന്ന് നമുക്ക് നിർവചിക്കാൻ പറ്റുമോ? ആർക്കും നിർവചിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഞങ്ങൾ ചോദിക്കുന്നത്, ഞങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടി മാത്രമുള്ള കാര്യമാണ് ചോദിക്കുന്നത്. എന്തുകൊണ്ട് ഞങ്ങൾ മറ്റുള്ള ജീവനക്കാരെ പോലെ അവരുടെ ജീവനത്തിൽ ഉൾപ്പെടുത്തുന്നില്ല? ഞങ്ങൾക്ക് ഓണറേറിയം തന്നുകൊണ്ട് നിലനിർത്തുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ട് അടിസ്ഥാന ശമ്പളം ഞങ്ങൾക്ക് തന്നുകൂടാ? ഈ അവിടെ ഖജനാവിൽ കാശില്ല എന്ന് പറയുന്നു. പക്ഷേ ഈ റോഡുകൾ വെട്ടിപ്പൊളിക്കാൻ കോടികളാണ് ചെലവിടുന്നത്. കോടികൾ എന്തുകൊണ്ട് കൊടുക്കുന്നു? അതെവിടെ നിന്ന് വരുന്നു?
ഖജനാവിലുള്ള പണമല്ലേ അത്. സമരമായിട്ട് മുന്നോട്ട് തന്നെ പോകും. മുൻപോട്ട് തന്നെ പോകും. ഞങ്ങൾ ഇവിടെ കിടന്ന് ചത്താലും ശരി തന്നെ അവരത് എന്തോ ചെയ്തോട്ട്. ചേച്ചി 14 ദിവസമായി ഇവിടെ ഇരിക്കുകയാണല്ലേ, ഇതുവരെ ഒരു തീരുമാനമാകുന്നില്ല, സർക്കാരിന്റെ ഭാഗത്ത് ഒരു തീരുമാനമാകുന്നില്ല. എന്താണ് പറയാനുള്ളത്? ഞങ്ങൾ ആവശ്യപ്പെട്ട ഞങ്ങളുടെ അവകാശം തന്നാലേ ഞങ്ങൾ ഇവിടുന്ന് മാറില്ല. ഇവിടെ കിടന്ന് മരിച്ചാലും ശരി തന്നെ സാറേ. ഇവിടെ കൊതുകടി പൊടി എല്ലാം ഒന്നും ലൈറ്റ് വെട്ടല്ല, ഒന്നിനും രണ്ടിനും വലിയ ബുദ്ധിമുട്ടൊക്കെയാണ്. എങ്കിലും വേണ്ടില്ല, ഞങ്ങൾ കഷ്ടപ്പെട്ട പൈസയാണ് ചോദിക്കുന്നത്. ഞങ്ങൾക്ക് അധ്വാനിച്ച കാശാണ്. ഞങ്ങൾക്ക് മഴയും വെയിലും എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പേടിയില്ല. ഞങ്ങൾ തീയിൽ കുരുത്തവരാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് വെയിലും മഴയും എത്ര വേണോ ഞങ്ങൾക്കുള്ളൂ. ഞങ്ങളുടെ അവകാശം, ഞങ്ങൾക്ക് അവകാശപ്പെട്ടത് ഞങ്ങൾക്ക് തന്നേ പറ്റൂ. തരാതെ ഞങ്ങൾ ഇവിടുന്ന് ഒരു ഇഞ്ച് നീങ്ങി. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം സാറേ, ഇവിടെ ഞങ്ങൾക്ക് പാർട്ടിയില്ല. ഞങ്ങൾ ആശാ വർക്കേഴ്സ് എന്ന് പറഞ്ഞ ഒരൊറ്റ യൂണിയനേ ഉള്ളൂ. ആ ഒരു പാർട്ടി ഞങ്ങൾ വനിതകൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഇതെല്ലാം ബാക്കിയുള്ള പാർട്ടിക്കാരും പൊതുജനങ്ങളും എല്ലാം സഹായിച്ചാണ്, ഞങ്ങൾ പിന്തുണച്ചും സഹായിച്ചാണ് ഞങ്ങളിപ്പോൾ ഈ നിലയിൽ ഇവിടെ എത്തിയത്. ഇവിടെ പയറും കഞ്ഞിയാണെങ്കിൽ പയറും കഞ്ഞി, ഉപ്പൊഴിച്ചാണെങ്കിൽ ഉപ്പൊഴിച്ച്, എല്ലാത്തിനോടും ഞങ്ങൾ സഹകരിച്ച് ഞങ്ങൾ പോകും. പക്ഷേ ഞങ്ങൾ അധ്വാനിച്ച് മഴയത്തും വെയിലത്തും അധ്വാനിച്ച കാശ് ഞങ്ങൾക്ക് കിട്ടിയേ പറ്റുള്ളൂ. അധ്വാനിക്കാനും ഞങ്ങൾ ഇനിയും തയ്യാറാണ്. അധ്വാനിക്കാൻ. പക്ഷേ ഞങ്ങളെ പേടിപ്പെടുത്തി ഓട്ടിക്കാൻ ശ്രമിച്ചാൽ ഞങ്ങൾ ഒരുപാട് ഞങ്ങൾ മാനസികമായി തകർന്നു പോകും. ഇനി തകർക്കരുത്, ദയവ് ചെയ്ത് തകർക്കരുത്. അവർ ഞാൻ 93 കയറിയതാണ്. 1993 MSS വർക്ക് ചെയ്തതാണ് സാർ. അതിൻ്റെ പേരിൽ എന്നെ പട്ടിയടിച്ച് ഓട്ടിച്ച് പട്ടിയെ പേടിച്ച് ഓടി മുള്ളുകമ്പിയുടെ പുറത്തൂടെ വീണ് അവിടെ നിന്ന് കാല് ഇരുമ്പ് തുരുമ്പായി, ഇഞ്ചക്ഷൻ എടുക്കാതെ ഒക്കെ ആയി. ഞങ്ങൾ അവിടെ ആ ജനറൽ ആശുപത്രിയിൽ 3 മാസം 4 വർഷം വരെ ഞാൻ നടക്കില്ലായിരുന്നു സാറേ. 4 വർഷം വരെ ഞാൻ നടക്കില്ലായിരുന്നു. പിന്നെ വീണ്ടും കാല് ശരിയായി, വീണ്ടും ഞാൻ ഇപ്പോൾ ജോലിക്ക് കയറിയിട്ട് 2008 കയറിയതാണ്. വീണ്ടും ആശാ വർക്കറായിട്ട് കയറി ഞാനിതാ ഇപ്പോൾ ജോലി ചെയ്യുന്നു. പക്ഷേ എല്ലാ ജോലിയും ഞാൻ സ്മാർട്ടായിട്ട് കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് തന്നെയാണ് പോയി വർക്ക് ചെയ്യുന്നത്. പക്ഷെ കയ്യിൽ തിരിച്ച് ഞങ്ങൾക്ക് ആ കാശ് കിട്ടുന്നില്ല. ഒരു കാശ് പോലും കിട്ടുന്നില്ല. ഈ ആനുകൂല്യങ്ങളൊക്കെ കിട്ടിയിട്ട് തന്നെ പോകുന്നുള്ളൂ അല്ലേ? ആനുകൂല്യം വാങ്ങിക്കൊണ്ടേ പോകുള്ളൂ. ഒരു 10 രൂപയായാലും ഞങ്ങൾക്ക് ആനുകൂല്യം തന്നേ പറ്റും. ഞങ്ങൾ ആവശ്യപ്പെട്ട തന്നേ പറ്റും. സ്ത്രീ സുരക്ഷയെ പറ്റി വാചാലമാവുന്ന സർക്കാരാണ്. ഒരുപറ്റം സ്ത്രീകൾ ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് ആഴ്ചകൾ പിന്നിടുന്നു. എന്ത് പറയുന്നു? പൊതുജനം ഇത് കേൾക്കുമ്പോൾ അവർ പരിഹാസ ചിരി ഉയർത്തുന്നതും പലയിടത്തുനിന്നും. വനിതാ മതിലും സുരക്ഷയും രാത്രി നടത്തവും ഒക്കെ സംഘടിപ്പിച്ച സർക്കാർ പൊരുവെയിലത്തും മഞ്ഞു പെയ്യുന്ന രാത്രിയും കൊതുകടിയും കൊണ്ട് ഈ തെരുവോരത്ത്, അതായത് സെക്രട്ടറിയുടെ മുമ്പിൽ 2 ആഴ്ചക്കാലം പിന്നിടുകയാണ് ഈ വനിതകളുടെ സമരം, രാപ്പകൽ സമരം. ഇത് വെറുമൊരു സാധാരണ സമരമല്ല. നമ്മുടെ സെക്രട്ടറിയുടെ മുമ്പിൽ ചരിത്ര സമരങ്ങൾ എടുത്തു നോക്കിയാൽ വനിതകൾ നടത്തിയ വേണമെങ്കിൽ ചരിത്രപരമായ ഒരു സമരമെന്ന് ഇതിനെ വിശേഷിപ്പിക്കാം. കാരണം രാപ്പകലും ഞങ്ങളിവിടെ തന്നെയുണ്ട്. സാധാരണ പകൽ വന്ന് കുറച്ച് സമരം കാട്ടിക്കൂട്ടി പോയിട്ട് രാത്രി ഒരു ആളോ അല്ലെങ്കിൽ അവർ പിറ്റേന്ന് വന്നിരിക്കും പോലെയല്ല. ഞങ്ങളുടെ വീട്ടിൽ കഴിയുന്ന പോലെ ഒരു സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ടാണ് ഇവിടെ കഴിയുന്നത്. കുട്ടിയും കുടുംബവും ഞങ്ങളെ ബന്ധുക്കളെയൊക്കെ ഉപയോഗിക്കുന്നത്. കാരണം ഇരിക്കുന്ന എല്ലാ ആശാ വർക്കർമാർക്കും സങ്കടത്തിൻ്റെ കഥകൾ മാത്രമാണ് പറയാനുള്ളത്. നമുക്കറിയാം, ഓരോ വീടുകളിൽ നിന്നുള്ള ഓരോ വീടിൻ്റെയും അത്താണികളാണ് അവർ. വലിയ വേതന ഒന്നുമില്ല. എല്ലാ ഗ്രാമങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലുമുള്ള ആശാ വർക്കർമാർ അവർക്ക് അവകാശപ്പെട്ട ഓണറേറിയം, അവരുടെ ആനുകൂല്യമൊക്കെ ചോദിച്ച് ഈ പൊരിവെയിലത്ത് അവിടെ സംസാരിക്കുന്ന ആ സ്ത്രീകൾ പറയുന്നുണ്ടല്ലോ, ഈ പൊരിവെയിലത്ത് പുറത്തിറങ്ങാൻ പോലും കഴിയാത്തത്ര ചൂടാണ്. ആ ചൂട് സഹിച്ചാണ് സെക്രട്ടേറിയറ്റ് നടയിൽ അവർ ആനുകൂല്യത്തിനായി മുറവിളി കൂട്ടുന്നത്. പ്രശാന്ത്, അവിടെ ഇരിക്കുന്ന എല്ലാവരും, പ്രശാന്ത് ഒരു കാര്യം കൂടി അവരോട് ചോദിക്കുമെന്ന് കരുതുന്നു. ഇവർ സമരം നടത്തുന്നതിൽ ഇടതുപക്ഷത്തിൻ്റെ സംഘടനയുണ്ട്, ചുവന്ന കൊടിയുണ്ട് അവരുടെ കയ്യിൽ, കോൺഗ്രസിന് അനുകൂലിക്കുന്ന സംഘടനകളുണ്ട്. ഇവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ ഇവരുടെ സംഘടന അറിയുന്നില്ല എന്നുള്ളതാണോ? അതുകൂടി അവരാരെങ്കിലും പ്രതികരിക്കുമോ പ്രശാന്ത്? അതിൽ CPM-ൻ്റെ ആളുകളുണ്ട്, അതോടൊപ്പം തന്നെ മറ്റ് പാർട്ടിക്കാർ എല്ലാവരുമുണ്ട്. അപ്പം ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തകരുമുണ്ട്. എന്നിട്ടും എന്ത് ഈ സമരത്തെ കണ്ടില്ല എന്ന് നടിക്കുന്നത്? ഈ സമരത്തെ കണ്ടില്ല നടിക്കുന്നത് എൻ്റെ അറിവിൽ എനിക്ക് കിട്ടിയത്, ഇപ്പം ഞങ്ങളുടെ CIT എന്നൊരു സംഘടനയോടുകൂടി ആശാ വർക്കേഴ്സ് പ്രവർത്തിച്ചു. അവർ DPM-ൻ്റെ ഓഫീസിൽ ഫെബ്രുവരി 6-7 തീയതികളിൽ അവിടെ ഒരു സമരം നടത്തി. അവർ കുറച്ച് നേരം ഇരുന്ന് അവർ ഇറങ്ങിപ്പോയി. പോയിട്ട് വന്ന് അവർ പിറ്റേന്ന് പറഞ്ഞത് ഞങ്ങൾ സമരം നടത്തി, ക്രൈറ്റീരിയ 5 എണ്ണം ആക്കി, 10 എണ്ണത്തിൽ നിന്ന് 5 എണ്ണം ആക്കിയിട്ടുണ്ട്, OTP മാറ്റി. ഞങ്ങൾ OTP മാറ്റാനും ക്രൈറ്റീരിയ മാത്രം എടുത്ത് കളയാനും ക്രൈറ്റീരിയ പൂർണ്ണമായി എടുത്ത് കളയണം എന്നുള്ളത് ഞങ്ങളുടെ ആവശ്യം തന്നെയാണ്. പക്ഷേ OTP മാറ്റാനല്ല. ഇപ്പോൾ ഞങ്ങളുടെ കൂടെ പ്രവർത്തിക്കുന്ന എല്ലാ ആശാ വർക്കർമാർക്കും ശൈലി എന്നൊരു
ആപ്പ് ചെയ്യുന്നതിന് OTP ഒക്കെ എടുത്ത് ചെയ്യാൻ അവർക്കിപ്പോൾ അറിയാം, അവർ പഠിച്ചു കഴിഞ്ഞു. ഞങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് മിനിമം വേതനം നൽകുക, മാന്യമായി ജീവിക്കാനുള്ള, തൊഴിലെടുക്കുന്ന യാതൊരു വ്യക്തിക്കും മാന്യമായി, പ്രത്യേകിച്ച് സ്ത്രീ തൊഴിലാളികൾക്ക് മാന്യമായി ജീവിക്കാനുള്ള ഒരു വേതനം നൽകുക, ഞങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക. 62 വയസ്സിൽ പിരിഞ്ഞു പോകണമെന്ന് സർക്കാർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വെറും കൈയോടെ ആർക്കും ഇറങ്ങി പോകാൻ പറ്റില്ല. ഞങ്ങളുടെ ജീവിതത്തിന് നല്ല കാലം മുഴുവൻ ഞങ്ങളുടെ കുടുംബത്തെ ആദ്യം സന്നദ്ധ പ്രവർത്തനമായിട്ട് കയറി വരാം. സന്നദ്ധ പ്രവർത്തനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാനൊരു വ്യക്തിയാണ്, എൻ്റെ സമയവും എൻ്റെ കാര്യങ്ങളും പോയിട്ട് താങ്കളെ സഹായിക്കാൻ ഞാൻ കണ്ടെത്തുന്ന സമയത്തെയാണ് സന്നദ്ധ പ്രവർത്തനം എന്ന് പറയുന്നത്. അതിന് അന്നേരം സർക്കാർ ചെറിയൊരു അവർക്കൊരു അലവൻസ്, ചിലപ്പോൾ ഒരു യാത്രാക്കൂലിയായിട്ടായിരിക്കും അന്നത് കൊടുത്തിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം മാറി. ഇപ്പോൾ നിർബന്ധിത ജോലിയാണ്. സർക്കാർ വിളിക്കുന്ന എല്ലാ പരിപാടികൾക്കും ഞങ്ങൾ സ്വന്തം കയ്യിൽ നിന്ന് കാശ് വിട്ടു പോകണം, കടം മേടിച്ചെങ്കിലും പോകണം. ഇപ്പോൾ അവസാനം നടത്തിയ പ്രോഗ്രാമായിരുന്നു സെർവിക്കൽ ക്യാൻസറിനെ കുറിച്ച് ടാഗോർ തിയേറ്ററിൽ നടത്തിയ പ്രോഗ്രാം. ഞാൻ ഒന്നും അടുത്ത വീട്ടിൽ നിന്നില്ല, ആട്ടോ ചേട്ടനോട് 100 രൂപ കടം വെച്ചിട്ടാണ് ഓട്ടോ പിടിച്ച് വിടുന്നത്. കാരണം എൻ്റെ UPHSലെ ആശാ ലീഡറാണ് ഞാൻ. അടിസ്ഥാന സൗകര്യങ്ങൾ നിറവേറ്റാൻ പോലും ഈ ശമ്പളം തികയുന്നില്ല എന്നാണ് പറയുന്നത്. തീർച്ചയായും ഇപ്പോൾ 232 രൂപ കൊണ്ട് എങ്ങനെ ജീവിക്കും? അവർ പറയുന്നത് 13,000, 13,500. അങ്ങനെയല്ല, ഓരോന്നിനും ഓരോ ക്രൈറ്റീരിയകളുണ്ട്. എല്ലാവർക്കും അത് കിട്ടിക്കൊള്ളണമെന്നില്ല. ആർക്കോ എവിടെയോ കിട്ടിയ ഒരു തുക എടുത്ത് കാണിച്ചുകൊണ്ട് അത് പറയരുത്. അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റുമായിട്ടാണ് ഞങ്ങൾക്ക് ഈ വിഹിതം തരുന്നത്. പക്ഷേ ഞങ്ങൾ പണിയെടുക്കുന്നത് സർക്കാർ, നമ്മുടെ ഇവിടുത്തെ കേരള സർക്കാരിന് വേണ്ടിയാണ്. അപ്പോൾ ഞങ്ങളുടെ ആനുകൂല്യങ്ങൾ മേടിച്ച് തരേണ്ട ഉത്തരവാദിത്തം ഭരണകൂടത്തിനാണ് ഉള്ളത്. അല്ല ഞങ്ങൾ അവിടെ പോയി ഞങ്ങളുടെ ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞത് ഞാൻ ആശമാരെ കേന്ദ്രത്തിന്റെ ഫണ്ട് തന്നു പറഞ്ഞു കഴിഞ്ഞു. കേന്ദ്രത്തിന് ഫണ്ട് അനുവദിച്ചു എന്ന് പറഞ്ഞു. പക്ഷേ ഇവർ ജനങ്ങളുടെയും ആശാമാരുടെയും കണ്ണിൽ പൊടിയിടാൻ വേണ്ടി പറയുന്നത് അവിടെ നിന്ന് കിട്ടിയില്ല എന്ന്. അങ്ങനെയല്ല, ആരോഗ്യ മന്ത്രാലയത്തിനുള്ള കീഴിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾക്കും രോഗികളുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പ്രത്യേക ഫണ്ടും, പ്രകൃതി സംബന്ധമായ ദുരന്തങ്ങളും മറ്റു കാര്യങ്ങൾ വരുമ്പോൾ അത് അന്നേരത്തെ കണക്കെടുത്തിട്ടാണ്, അത് വേറെ വിഹിതമാണ്. അല്ലാതെ ഞങ്ങൾ മണ്ടരാണ്, ഞങ്ങൾ ആരെങ്കിലും കുത്തിത്തിരിപ്പിച്ച് വിട്ടതാണെന്നും പറയരുത്. ഞങ്ങൾക്കിടയിൽ നല്ല വിദ്യാഭ്യാസം ഉള്ളവരുണ്ട്. മുമ്പ് 8ാം ക്ലാസ് പാസ്സായവരാണ് എടുത്തിരുന്നെങ്കിൽ ഇപ്പോൾ ഡിഗ്രി ഉള്ളവരും +2 ഉള്ളവരും PG ഉള്ളവരും B.Ed എടുത്തവരും ഉണ്ട്. ഞാനും ഡിഗ്രി പഠിച്ച ഒരാളാണ്. അപ്പം ഞങ്ങൾക്കൊക്കെ ചിന്തിക്കാനും പറയാനുള്ളൊക്കെ ബുദ്ധിയുണ്ട്. ഞങ്ങൾ ആരെങ്കിലും കുത്തിത്തിരിപ്പിച്ചിട്ട് നിങ്ങൾ മുദ്രാവാക്യം വിളിയെന്ന് പറഞ്ഞ് ഞങ്ങൾ ആട്ടിത്തെളിച്ച് വരുന്നവരല്ല. ഞങ്ങൾ സ്വയം സന്നദ്ധരായി വന്നവരാണ്. ഈ സമരം ഞങ്ങൾ കോവിഡ് സമയത്ത് ഞങ്ങളുടെ ജീവൻ പണയം വെച്ചാൽ പണയം എടുത്തത്. അങ്ങനെയുള്ള ഞങ്ങൾക്ക് ഈ സമരം ജയിച്ചിട്ട് ഞങ്ങൾ പോകുള്ളൂ, അല്ലെങ്കിൽ മരണം വരെ ഇവിടെ തന്നെ. ഇതാ ഞങ്ങളുടെ ഓരോരുത്തരുടെയും തീരുമാനം. കിട്ടിയേ പറ്റൂ, അവകാശം തന്നേ പറ്റുള്ളൂ. ഞങ്ങൾ ലക്ഷങ്ങളൊന്നും അവരോട് ചോദിക്കുന്നില്ല, ഒരുപാട് ലക്ഷങ്ങൾ ചോദിക്കുന്നില്ല. 18 വർഷക്കാലം അല്ലെങ്കിൽ 10-20 കൊല്ലക്കാലം ഈ സർക്കാരിനെ സർവീസ് കൊടുത്ത് പോകുമ്പോഴത്തേക്ക് മാന്യമായ ഒരു റിട്ടയർമെൻറ്റ് ആനുകൂല്യം, അത് 5 ലക്ഷം രൂപയെങ്കിലും കിട്ടണമെന്നുള്ളത്. ഇന്നത്തെ കാലം അറിയാലോ, വൃദ്ധ മാതാപിതാക്കളെ വഴിയിൽ ഉപേക്ഷിക്കുകയും തല്ലിക്കൊല്ലുകയും ചെയ്യുന്നൊരു സമൂഹമാണ്. അപ്പോൾ നമുക്കൊരു ആനുകൂല്യം ഉണ്ടെങ്കിൽ അത് നമ്മുടെ കുട്ടികളെ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾക്ക് വേണ്ടുന്ന ആഹാരവും മരുന്നും അവർ തരും, അവരെ സന്തോഷം. അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടുകാർക്ക് സേവനം ചെയ്തിട്ട് ഇപ്പോൾ ഇവിടെ വന്നിരുന്ന് മോങ്ങിക്കൊണ്ടിരുന്ന എവിടെ നിന്ന് തരുമെന്ന് പിള്ളേർ ചോദിക്കും. കാരണം തൊഴിലില്ലായ്മയുടെ കാലമാണ്, കാണുന്നില്ലേ? തൊഴിലില്ലായ്മ ഇല്ല, തൊഴിലില്ലായ്മയാണ് ഉള്ളത്. നമുക്ക് രാജ്യത്ത് തൊഴിലില്ല, അതാണ്. എന്നിട്ടാണ് PSC ചെയർമാൻ ഇവിടെ ഇന്ന് സമരമാണ്. CPO കുട്ടികൾ ഉദ്യോഗാർത്ഥികൾ ഇവിടെ പ്രദർശനം നടത്തിയ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അതുതന്നെയാണ് വിനോദ്, രോഹിണി. നമുക്കറിയാം ഈ കോവിഡ് സമയത്തെല്ലാം ഏറ്റവും കൂടുതൽ ഈ കർമ്മനിരതരായി നിന്നൊരു വിഭാഗമാണ് ആശാ വർക്കേഴ്സ് എന്ന് പറയുന്നത്. ഈ കൊറോണയുടെ ഒരു വലിയ സംക്രമണം നടക്കുന്ന കാലം, ജനങ്ങൾ പേടിച്ച് വീട്ടിലിരിക്കുന്ന കാലം, ലോക്ക്ഡൗൺ സമയത്തെല്ലാം അവിടെ ഈ ആശാപ്രവർത്തകർ ഓരോ വീടുകളിലും ചെന്നെത്തുകയും രോഗനിർണയമുള്ളവർക്ക് അവരെ ശുശ്രൂഷിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം ഇറങ്ങി നടന്നതും ഈ വീടുവിടാന്തരം പോകുന്നതും, അതായത് സ്വന്തം ജീവിതം കളഞ്ഞുകൊണ്ട് പേടിപ്പെടുത്തുന്നൊരു സമയമാണ് നമുക്കറിയാം ഈ കോവിഡ് സമയം എന്ന് പറയുന്നത്. ആ സമയത്ത് പോലും സ്വന്തം ജീവിതവും ജീവനും ഒന്നും വകവെൽക്കാതെ പണയപ്പെടുത്തിക്കൊണ്ട് ഈ കർമ്മനിരതരായി നടന്നുകൊണ്ട് സേവന പ്രവർത്തനത്തിൻ്റെ ഒരു ഉദാത്തമായ മാതൃക കാണിച്ചൊരു വിഭാഗമാണ് ആശാപ്രവർത്തകർ എന്ന് പറയുന്നത്. അങ്ങനെ ഉള്ളൊരു വിഭാഗമാണ് ഇന്ന് ഈ തെരുവിൽ 14 ദിവസം അലയുന്നത് എന്ന് പറയുന്നതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. മറ്റൊരു കാര്യം നമുക്കറിയാം, ഈ സ്ത്രീ സുരക്ഷയൊക്കെ പറയുമ്പോൾ ഈ തെരുവിൽ തന്നെ രാവും പകലും ഇവർ താമസിക്കുന്ന സാഹചര്യം, പ്രാഥമിക കൃത്യത്തിൽ പോലും വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടുകൊണ്ട് ഒരുപറ്റം വനിതകൾ ഈ തെരുവിൽ അലയുമ്പോൾ ഈ അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ 200 രൂപയെല്ലാം ഇന്നത്തെ കാലത്ത് കിട്ടുന്നു എന്ന് പറയുന്നത്, കേരളത്തിൽ തന്നെ 200 രൂപയാണ് ലഭിക്കുന്നത് പറയുന്നത് തന്നെ ഏറ്റവും അത്ഭുതം തോന്നുന്ന ഒരവസ്ഥയാണ്. അത്തരം സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോഴാണ് ഈ സമരത്തോട് സർക്കാരിൻ്റെ മുഖം തിരിച്ച് നിൽക്കുന്ന സമീപനം എന്ന് പറയുന്നത്. നേരത്തെ കേന്ദ്ര സർക്കാർ പണം നൽകാത്തതാണ് ഇതിന് കാരണമെന്നെല്ലാമാണ് ഇവർക്ക് അതായത് ഓണറേറിയം അടക്കമുള്ള കാര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനെല്ലാം തടസ്സമായി നിൽക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടാണ്. കേന്ദ്രം പണം നൽകാത്തത് കൊണ്ടാണെന്നാണ് പറയുന്നത്. എന്നാൽ അതിന് മറുപടിയായിട്ട് കേന്ദ്രം തന്നെ പറഞ്ഞിട്ടുണ്ട് എത്ര കോടി രൂപ കൊടുത്തു, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ പണം എത്ര അനുഭവിച്ചു എന്നടക്കമുള്ള കാര്യങ്ങൾ കേന്ദ്രം തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു കെടുകാര്യസ്ഥതയും സംസ്ഥാന സർക്കാർ ഇതിനോട് കാണിക്കുന്ന ഒരു സമീപനവുമാണ് ഇത്തരം ആളുകൾക്ക് അല്ലെങ്കിൽ ഈ ആശാ
സന്നദ്ധ പ്രവർത്തകർക്കെല്ലാം അവരുടെ അടിസ്ഥാന ശമ്പളം പോലും നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടാകും. നേരത്തെ PSC അവർ തന്നെ പറയുന്നു, PSC ചെയർമാന് 4 ലക്ഷം രൂപയാണ് ഒരു മാസം ലഭിക്കുന്നത്. എന്ത് ചെയ്തിട്ടാണ്? കേവലം രാഷ്ട്രീയ നിയമനങ്ങളായി വന്ന PSC ചെയർമാനും അതോടൊപ്പം തന്നെ അംഗങ്ങൾക്കുമടക്കം 4 ലക്ഷം രൂപ ഒരു മാസം ശമ്പളം കിട്ടുമ്പോഴാണ് ഇത്തരത്തിൽ പണിയെടുക്കുന്ന ഒരു വിഭാഗം പാവങ്ങൾക്കിടയിൽ കഷ്ടപ്പെട്ടുകൊണ്ട് അവരുടെ സ്വന്തം ജീവിതവും എല്ലാം ഇതിൽ സമർപ്പിച്ചുകൊണ്ട് തെരുവിൽ അലഞ്ഞുകൊണ്ട് പാലിയേറ്റീവ് കെയർ ആയാലും ശരി, കിടപ്പ് രോഗികളടുത്തും എല്ലാം പോയി അവരുടെ കാര്യങ്ങൾ നടത്തുന്ന ഒരു വിഭാഗം, മറ്റ് സർക്കാരിന് വിളിക്കുന്ന എല്ലാ പരിപാടിക്കും പോവുകയും അതിന് പങ്കെടുക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം, ആ വിഭാഗത്തോട് കാണിക്കുന്ന ഒരു അവഗണന, ആ അവഗണന തുടരുന്നൊരു സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നത്. CPM ഭരിക്കുമ്പോഴാണ്, അതായത് സമരങ്ങളിലൂടെ വന്ന് സമരങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് അധികാരത്തിൽ വന്നൊരു പാർട്ടിയാണ് CPM എന്ന് പറയുന്നത്. ഇപ്പോഴും CPM-ന്റെ പാർട്ടി സമ്മേളനങ്ങളിലെല്ലാം സമരഗാനങ്ങളും സമരത്തെപ്പറ്റി ഘോരം പ്രഭാഷണം നടത്തുന്നവരാണ് CPM-കാർ. ആ CPM ഭരിക്കുമ്പോഴാണ് ഈ വനിതകൾ തെരുവിൽ ഈ സമരവുമായി വന്നിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നതാണ് ഏറ്റവും ദുരവസ്ഥ. അതിൽ ഏറെ ദുരവസ്ഥ എന്ന് പറയുന്നത് ഈ സമരക്കാരോട് കാണിക്കുന്ന സർക്കാരിൻ്റെ സമീപനമാണ്. സർക്കാർ ഈ സമരത്തെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് ഒരു പക്ഷം രാഷ്ട്രീയത്തിൻ്റെ ആവശ്യം അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ ആവശ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ സമരം ഈ വനിതകൾ നടത്തുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ അധിക്ഷേപിക്കുന്ന ഒരു സമീപനമാണ് സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാകുന്നത്. നേരത്തെ മന്ത്രി KN ബാലഗോപാൽ അടക്കമുള്ളവർ സമരക്കാരെ ആക്ഷേപിച്ച് രംഗത്ത് വരികയും അദ്ദേഹത്തിൻ്റെ കോലം കത്തിച്ചുകൊണ്ട് ഈ സമരവേദിയിൽ തന്നെ അവർ പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നു. സമരവേദിയിൽ പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നീടും ഇപ്പോഴും ഈ സമയത്തും സർക്കാർ പറയുന്നത് ഇത് രാഷ്ട്രീയ സമരമാണ് എന്ന് തന്നെ ആവർത്തിക്കുന്ന ഒരു സാഹചര്യമാണ്. എന്നാൽ ഈ പോരാട്ടം ഇവിടെ തുടരും എന്ന് തന്നെയാണ് ഈ ആശാ വർക്കേഴ്സും അറിയിക്കുന്നത്. അവസാന നിമിഷം വരെ അവർ ഉന്നയിച്ച കാര്യങ്ങൾ, ഇതൊരു രാഷ്ട്രീയമല്ല, രാഷ്ട്രീയമുള്ളത് ഇതിൽ പങ്കെടുക്കുന്നവർക്കാണ്, പക്ഷേ സമരത്തിനും സമരസമിതിക്കും ഒരു രാഷ്ട്രീയമില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രതിഷേധം തുടരുക തന്നെ ചെയ്യും. ഇന്ന് 14-ാം ദിവസമാണെങ്കിൽ ഇതിൽ കൂടുതൽ ദിവസം ഇരിക്കേണ്ടി വന്നാലും ഈ പറയപ്പെട്ട ആ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നത് വരെ സമരം തുടരുക തന്നെ ചെയ്യുമെന്നാണ് ആശാ വർക്കേഴ്സ് അസോസിയേഷനും പറയുന്നത്. അതെ, ആശാ വർക്കർമാർ നമ്മൾക്കറിയാം, നമ്മുടെ സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയിൽ അടക്കമുള്ള അടിസ്ഥാനപരമായ പ്രവർത്തനങ്ങൾ ഓരോ വീടുകളിലേക്കും എത്തിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നവരാണ് ആശാ വർക്കർമാർ. അതിൽ എല്ലാവരും സ്ത്രീകൾ തന്നെയാണ് എന്ന് പറയേണ്ടി വരും. ഭൂരിപക്ഷം 99% ആശാ വർക്കർമാർ വനിതകൾ തന്നെയാണ്. അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് അവർ സമരം ചെയ്യുന്നത്. ഈ അടുത്ത ദിവസമാണ്, നേരത്തെ പ്രശാന്ത് പറഞ്ഞ പോലെ തന്നെ PSC ചെയർമാന് 4 ലക്ഷത്തോളം രൂപ മാസശമ്പളം കൊടുക്കാൻ തീരുമാനമെടുക്കുമ്പോഴാണ് ഓണറേറിയം പോലും ഈ പാവപ്പെട്ട വനിതാ ആശാ വർക്കർമാർക്ക് സഹായം നൽകാതെ സർക്കാർ അവരെ അവഗണിക്കുന്ന സമീപനം തുടരുന്നത്. അതുകൊണ്ട് തന്നെ അവർ സെക്രട്ടേറിയറ്റ് പടിക്കൽ ഈ നട്രാണി വെയിലത്തും അവർ സമരം തുടരുകയാണ്. അതുമാത്രമല്ല, സമരം ശക്തമായി തന്നെ മുന്നോട്ട് പോകും, മരണം വരെ സമരം എന്ന് തന്നെയാണ് അവർ നിശ്ചയദാർഢ്യത്തോടുകൂടി പറയുന്നത്. അവരുടെ പരാധീനതകളെ സർക്കാർ കണ്ടില്ലെന്ന് നടിക്കുമ്പോഴും ഇത്തരത്തിലുള്ള ആവലാതികൾ പൊതുജനങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് വാസ്തവം. അവിടെ നിന്നും പ്രശാന്ത് ശങ്കരമംഗലത്താണ് തത്സമയ വിവരങ്ങൾ നമുക്ക് നൽകിക്കൊണ്ടിരുന്നത്.